നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ബഹുമാന്യരെ, വീണ്ടും രാഷ്ട്രീയം തന്നെ പറയാം. ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അവരുടെ 63 പ്ലാൻ ബി 63 സീറ്റ്. എങ്ങനെ 63 സീറ്റ്? ഇപ്പോൾ 20 സീറ്റാണ് ഉള്ളത്, തന്നെ 2 ഇരട്ടി കൂട്ടി 63 സീറ്റ്. ഓക്കെ, ഇങ്ങനെ ബി പ്ലാനും സി പ്ലാനൊക്കെ തീരുമാനിക്കണം ആ മുന്നണി യോഗം കൂടിയിട്ടല്ലേ. ഒരു ഘടകകക്ഷി അങ്ങനെ അല്ലെങ്കിൽ മെയിൻ ഘടകകക്ഷിയുടെ ഒരു ഗ്രൂപ്പ് ചെയ്തപ്പോഴേ മറ്റു ഗ്രൂപ്പ് നിങ്ങൾക്ക് ആരവകാശപ്പെടുത്തി ചോദിക്കുക. കാരണം അത് രണ്ടും തെറ്റാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് മാത്രം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അതിനെതിരെ ചോദ്യം ചെയ്തത് അനിൽകുമാറിനെ പോലെ ചോദ്യം, അത് തെറ്റ്. അപ്പോൾ എന്താ വേണ്ടത്? തെറ്റ് കഴിയുന്ന ചുരുക്കിയിട്ട് എന്താണ് സമവായം, അതല്ലേ നല്ലത്. അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി വരുമ്പോൾ ഐക്യമുന്നണി കൂടിയിട്ട് ഇങ്ങനെയൊക്കെ സംഗതിയാണ്, നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൂട്ടായ ഉത്തരവാദിത്തമല്ലേ വേണ്ടത്. ഈ കൂട്ടായ ഉത്തരവാദിത്തം എന്നുള്ള യുണൈറ്റഡ് ഐക്യം എന്നുകൊണ്ട് എവിടെ പോയി കോൺഗ്രസ്സുകാർ? ദേശീയ ലെവലിൽ നിങ്ങളിപ്പോൾ കാണിക്കുന്നതാണ്, സംസ്ഥാന ലെവലിൽ കാണിക്കാനാണ്. സംസ്ഥാന ലെവലിൽ നിന്നാണ് ഈ മുന്നണി സമ്പ്രദായം വന്നത്. കരുണാകരൻ CH ഉമ്മയും നമ്മുടെ ബാലകൃഷ്ണപിള്ളയൊക്കെ ചേർന്നാണ് ഇത് ഉണ്ടാക്കിയത്. വിജയിച്ചു, കുഴപ്പമൊന്നുമില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഐക്യമുന്നണി ഉണ്ടാകുന്നത്, കേരളത്തിൽ നിന്നാണ്. പക്ഷെ അത് ശരി, കേന്ദ്രത്തിൽ ഐക്യം ഉണ്ടാക്കിയല്ലോ. എന്താണ് ഐക്യം ഉണ്ടാക്കിയത്? ഇന്ത്യ മുന്നണി. ആ പേര് തന്നെ ഞാൻ പറഞ്ഞു, പേര് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് പറഞ്ഞു, അത് ശരിയല്ല. ഇപ്പോൾ മലയാളം ചാനലിൽ നിന്ന് ഇടതുപക്ഷ മുന്നണിയുടെ പേരിട്ടപ്പോൾ അതിന് BJP പല്ലു എതിർത്ത് ഓരോ അവസരം കൈലി ചാനലാക്കി. മലയാളത്തിൽ കോമൺ ആണ്. അപ്പോൾ ഇന്ത്യ എന്നുള്ളത് കോമൺ നെയിമല്ലേ. അത് നെയിം കൊണ്ട് ഒരു മുന്നണി പാർട്ടിക്ക് പേരിട്ടപ്പോഴേ എന്ത് അഭ്യാസം കാണിച്ചു, അതൊരു അഭ്യാസം കാണിച്ച് ഒപ്പിച്ച് IND എന്നുള്ളത് അതൊക്കെ ശരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്നത്തെ പ്രതിപക്ഷ നേതാക്കൾ ഒരാൾ പോലും, വളരെ ലജ്ജയുണ്ട് പറയാൻ, വളരെ സങ്കടമുണ്ട്, ഒരാൾ പോലും രാഷ്ട്രമീമാംസനില്ലെന്ന്, ഒരു മനഃശാസ്ത്രജ്ഞനില്ലെന്ന്, ഒരു ഫിലോസഫിസ്റ്റ് ഇല്ലെന്ന്, ഒരു സയൻറ്റിസ്റ്റ് ഇല്ലെന്ന്. ഇപ്പോൾ കാൻഷ്യം സയൻറ്റിസ്റ്റും രാഷ്ട്രീയക്കാരനെ സയൻറ്റിസ്റ്റായിരുന്നു. അങ്ങനെ ഒരാൾ ഇന്ത്യ മുന്നിൽ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നവർക്ക്, ഞങ്ങൾ ഗ്രൂപ്പ് വന്നവർക്ക് 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഒരു കാരണവശാലും പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ വയനാട് മത്സരിക്കില്ല, ദക്ഷിണേന്ത്യയിൽ മത്സരിക്കില്ല. അവർ വേറെ കിടക്കുന്ന വടക്കേ ഇന്ത്യയിലല്ലേ. UP, ഡൽഹി, മധ്യപ്രദേശ്, ഇതാണ് മധ്യപ്രദേശ്, UP, ഡൽഹി, ബീഹാർ പോലും അങ്ങനെ വരുന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് ജയിക്കില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നപ്പോൾ എങ്ങനെയെങ്കിലും പാർലമെന്റിൽ എത്താൻ വേണ്ടി അല്ലേ സുഹൃത്തെ നിങ്ങളിവിടെ വന്നത്? അത് നിങ്ങളല്ല, നിങ്ങൾ വരുത്തിയതാണ്. ആര് വരുത്തി? ഇസ്രായേൽ ലോബി, അമേരിക്കൻ ചാരസംഘടന. അമേധിയിൽ എന്തോ ക്ഷീണം പറ്റുമെന്നും അവർക്ക് ഇങ്ങനെ പറ്റുമെന്നും അതുകൊണ്ട് വയനാട് സീറ്റ് സുരക്ഷ വന്നതെന്നാണ്. കേൾക്കാത്ത പാടി ഉമ്മൻചാണ്ടി മറ്റേ കോൺഗ്രസ്സുകാരും ഉമ്മത്തിങ്ങ പോലെ ഇലീഗൽ പട. നേതാവ് വരല്ലേ, നേതാവ് വരുന്നല്ലേ എന്നെ സംശയമൊന്നുമില്ല. വയനാട് വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് മലയാളികളെ സംബന്ധിച്ച്, കേരളീയരെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല. പക്ഷേ അങ്ങനെ മലയാളിയിൽ നിന്ന് ജയിച്ച് അസംബ്ലിയിൽ പാർലമെന്റിൽ ഒരു MP എത്തിയാൽ മതിയോ? ഒരു MP എത്തിയാൽ മതിയെങ്കിൽ നമുക്ക് 100% സപ്പോർട്ടും ചെയ്യുക, അർമാദിക്കാം. അതിലെല്ലാ യോഗ്യതയുണ്ട്. പ്രിയങ്ക ഗാന്ധി വന്ന് വയനാട് മത്സരിച്ചപ്പോൾ കുഞ്ഞാക്കാട് ഭാര്യയൊക്കെ ആയിട്ട് അർമാദിച്ചിൽ ഒരു തെറ്റുമില്ല. പക്ഷേ വയനാട്ടിൽ നിന്ന് ഒരു MP പാർലമെന്റിൽ എത്തിച്ച പോരാ. രാജ്യം ഭരിക്കണമെങ്കിൽ 272 സീറ്റ് വേണം. ഈ 272 സീറ്റിൽ ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നത്തെ അവസ്ഥയിൽ പ്രിയങ്കയേക്കാൾ രാഹുലിനേക്കാൾ ഏത് വലിയ നേതാവുള്ളത്? അതിൽ മുകളിൽ നേതാവുണ്ടെങ്കിൽ ഒപ്പം വേറെ ഉണ്ടോ? അപ്പോൾ അവങ്ങനെ ഉണ്ടായ നേതാവിനും വയനാട്ടിൽ നിന്ന് മത്സരിച്ച് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. അവർ രേഖാമൂലം തെളിയിച്ചില്ലേ, കണക്കല്ലേ ഇത്. 543 സീറ്റ് ഓക്കെ അല്ലേ? 100% കറക്റ്റ് അല്ലേ? 278 സീറ്റ് വേണം ജയിക്കണമെങ്കിൽ, അത് ഓക്കെ അല്ലേ? എന്നിട്ട് എന്തേ അതിൽ ഈ വയനാട്ടിൽ നിന്നാൽ മുസ്ലിം ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ വന്ന് ജയിച്ച് പാർലമെന്റിൽ എത്തണം എന്ന് വിചാരിച്ചപ്പോൾ അതിനേക്കാൾ മണ്ടത്തരം ഇന്ത്യ മുന്നണിക്ക് സംഭവിക്കാനുണ്ടോ? ഇന്ത്യ മുന്നണിക്ക്, നോട്ട് കോൺഗ്രസ്.
അപ്പോൾ അതാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ ഗ്രൂപ്പ് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷ നേതാക്കൾ ഒരാൾ പോലും, പ്രതിപക്ഷ മുന്നണിയാണ് അല്ലെങ്കിൽ പറയില്ല, പ്രതിപക്ഷ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് പറയുള്ളൂ, ഇത് പ്രതിപക്ഷ മുന്നണി. അപ്പോൾ ഒരാൾക്ക് പോലും ബോധം ഉണ്ടായില്ലേ, വെളിവുണ്ടായില്ലേ? ഇപ്പം ചിലർക്ക് മനസ്സിലായി തുടങ്ങി, ചേട്ടാണല്ലോ മൊയ്തീൻ ഷാ ഗ്രൂപ്പ് അത് ശരിയാണുള്ളത്, 543 സീറ്റ് ഉണ്ടായില്ലേ, അത് വടക്ക് UP ഒരു സീറ്റ് ജയിക്കാൻ പറ്റില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്ന് തെളിവ് സഹിതം ആചാക്കിയല്ലേ വയനാട്ടിൽ ജയിച്ചത്, 4-5 ലക്ഷം വോട്ട് ജയിച്ചു. അത് നമ്മൾ പറഞ്ഞത് നമ്മുടെ രമേഷ് ജി ഹരിപ്പാട് മത്സരിക്കുമ്പോൾ 12,000 വോട്ട് ഭൂരിപക്ഷം, വേറെ കോൺഗ്രസ് ഇന്ന് വരെ 2,000 വോട്ടുള്ളൂ. അപ്പോൾ ഈ 10,000 വോട്ട് അവിടെ നിന്ന് അത് സംഘപരിവാറിൻ്റെ വോട്ടാണ്. ഓക്കെ, അത് കുഴപ്പമില്ല, സംഘപരിവാറിൻ്റെ വോട്ട് കിട്ടി ഹരിപ്പാടിൽ നിന്ന് പിന്നെ രമേശ് ജയിച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ രമേശ് ജി നിങ്ങൾ ജയിച്ചാൽ മാത്രം മതിയോ? 71 MLA വേണ്ടേ? ഈ 71 MLA മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പലതും ന്യൂനപക്ഷങ്ങളും മുസ്ലിം ക്രിസ്ത്യാനിക്കുള്ള സ്ഥലങ്ങളാണ്, പിന്നോക്കുള്ള സ്ഥലമാണ്. അവിടെ നിന്നും ജയിച്ചവരുണ്ട്. ഇവിടെ നിങ്ങൾ സംഘപരിവാർ അല്ലെങ്കിൽ RS ആയിട്ട് ഒരു അന്തധാര ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അറിയുമല്ലോ, അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വോട്ട് ചെയ്യോ? അങ്ങനെയല്ലേ പോയത്. ഇപ്പം നിങ്ങളറിയുന്നുണ്ടോ ഈ ബി പ്ലാൻ 63 ചെയ്യേണ്ടത്? അത് പ്രതിപക്ഷ നേതാവ് എന്നതിൽ VD സതീശൻ ജി അവർകളല്ല, KPC പ്രസിഡന്റ് അവർകളല്ല. അത് ചെയ്യേണ്ടത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂട്ടുത്തരവാദിത്തത്തിൽ ചെയ്യണം. ഇത് ഇലക്ഷൻ വരാൻ പോകുന്നു, ഏതാനും 1 വർഷമുള്ളൂ. നമുക്ക് 75 സീറ്റ് വേണം മിനിമം. അതിനെന്താണ് മഴ എന്ന് കൂട്ടായ ചിന്തയിൽ വേണ്ടത്. ഇവിടെ RSP ഉണ്ട്, CP ജോണിൻ്റെ പാർട്ടിയുണ്ട്, അങ്ങനെ പല പല പാർട്ടി ഉണ്ടല്ലോ, ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ഒക്കെ ശരി. അവരില്ല ഒരു കൂട്ടായ ഉത്തരവാദിത്തം വേണ്ടേ? ഇത് ഒറ്റയ്ക്ക് പൂട്ട് വെച്ച് ഒറ്റയ്ക്ക് പൂട്ട് വെച്ച് നടത്തല്ലോ എന്ന് സാധിച്ച അതെങ്ങനെ പ്രോത്സാഹിപ്പിക്കുക? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കോൺഗ്രസ് പറയാണ് BJP പോട്ടെ, അതൊന്നും ഭരിക്കാനുള്ള തന്ത്രം അല്ലാതെ വേറെ ഒരു ന്യായം അവർക്കില്ല. ഭരണം കിട്ടത്തുള്ളൂ. അതാണ് കോർപ്പറേറ്റ് സംസ്കാരം വെച്ച് പ്രൈവറ്റ് ഏജൻസിക്ക് പ്രചരണം കൊടുക്കുക. കോൺഗ്രസ് പാടുണ്ടോ? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള അമ്മയും കുഞ്ഞും തമ്മിലാണ്. അത്രയും അടുപ്പം അച്ഛനും കുഞ്ഞും തമ്മിലില്ല. അതിനേക്കാൾക്ക് എത്ര ഇരട്ടി സ്നേഹമാണ് ദൈവത്തിന് പ്രവചനം കൊടുത്തുള്ളത്. അത് ഞാൻ പറയുന്നില്ല, മതത്തെ കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പാർട്ടിയുടെ അണികൾ, ഈ ഒരു ചെറിയ വ്യാഖ്യാനം പറയാം, എൻ്റെ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോയിരിക്കില്ല, പക്ഷേ എൻ്റെ നേതാവിന് സുഖമില്ല വെച്ചാൽ നമ്മൾ 1 മാസം 1 കൊല്ലം പട്ടിണി എടുക്കും തയ്യാറാണ്. അതാണ് നേതാക്കളും അണികളും തമ്മിൽ ബന്ധം. അത്ര ബന്ധമുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ. അങ്ങനെ ബന്ധമുള്ളപ്പോൾ ഈ മൂന്നാമത് കനകൂലിനും കുനകൂലിനും കൊണ്ടുവരാതെ നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ അണികൾ ആരൊക്കെയുണ്ട് എങ്ങനെയുണ്ട്? കോൺഗ്രസ് അറിയില്ലേ കോൺഗ്രസ് പ്രവർത്തകർ ആരൊക്കെയുണ്ട് അണികളായിരുന്നു? അത് നിങ്ങൾക്കറിയാതെ അത് പഠിക്കാൻ വേണ്ടി വേറൊരു ഗ്യാങ്ങിനെ കൊണ്ടെന്ന് പറയുമ്പോൾ അവിടെ തന്നെ ചോട്ടിങ്ങെ പേഴ്ചു പറയുന്നത്, ബേസിക്കായിട്ട് തെറ്റിയെന്ന് പറയും, അടിസ്ഥാനം എത്തിയെന്ന് പറഞ്ഞാൽ. അതൊക്കെ ഇനി ഏത് കാലത്ത് സതീശനൊക്കെ മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ പ്രിയങ്ക വിട്ടുകളേക്കാർ? അതിനർത്ഥം നിങ്ങൾക്ക് ഫിറ്റായ രാഷ്ട്രീയ നേതാക്കളല്ലെന്നുള്ളതാണ്. ഫിറ്റായ രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ നമ്മൾ ഉമ്മൻചാണ്ടി ഞാൻ മാതൃക പറയും, കരുണാകരനെ പറയാം. ആനയൊന്നും അത്രമില്ല, ആനയൊരു ഒഴുക്കിന് ഒത്തു നിന്ന് നല്ലത് ഫൈറ്റ് ചെയ്തതല്ല. ആനയാണെങ്കിൽ ഗാന്ധിജിയും പറയും, ഗാന്ധി ഫൈറ്റ് ചെയ്യുന്നതല്ല. ഗാന്ധിജിയെ സംബന്ധിച്ച് ഞാൻ കുറ്റപ്പെടുത്തല്ല. അതായത് നെഹ്റുവിൻ്റെയും ജിന്നയുടെയൊക്കെ മുൻപിൽ ഗാന്ധിജി ആരുമല്ല, പേഴ്സാറ്റിയില്ല, ബുദ്ധിയിലില്ല, മറ്റൊന്നുമില്ല. അപ്പോൾ എന്താ പുള്ളി അത് ആത്മീയത്തിലേക്ക് കിടന്ന് അതങ്ങ് ക്ലച്ച് പിടിച്ച് അങ്ങനെ ആത്മീയ നേതാവായിട്ട് മഹാത്മയായിട്ട് ഇന്ന് ജയിച്ച് മരിച്ചു. ഓക്കെ, അതുപോലെ പെട്ട ഒരാളാണ് ആന്റണി. ഇത് ഒഴുക്കിനെ ഒത്തു നിന്ന് പോയതാണ്, എതിരെ പോയതില്ല. പക്ഷെ ഉമ്മൻചാണ്ടിയും കരുണാകരനൊക്കെ ഒഴുക്ക് എതിരെ നിന്നാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കറിയില്ലേ ഞങ്ങളുടെ ഗ്രൂപ്പ്, ഞങ്ങളുടെ ആൾക്കാർ ആരുണ്ട് കോൺഗ്രസ് എന്നൊക്കെ? അതറിയാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ രാഷ്ട്രീയ നേതാക്കളാവും? നിങ്ങളെങ്ങനെ നയിക്കുന്നവനാണ് നേതാവ്, നയിക്കപ്പെടുന്നവനല്ല. നയിക്കുന്ന നേതാവെങ്കിൽ നിങ്ങളുടെ അനുയായികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അൺഫിറ്റാണ്. എന്തുകൊണ്ട് കനകൂലം ഉൾപ്പെടെ പോയി ഏജൻസി ഏൽപ്പിച്ചു. ഏജൻസി വിട്ട് രഹസ്യമായിട്ട് അന്വേഷിക്കാം. നമ്മുടെ കണക്കുകളിൽ തെറ്റുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വേണമെങ്കിൽ കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡ് പഠിച്ച ആൾക്കാരെ ഏൽപ്പിക്കാൻ തെറ്റൊന്നുമില്ല. അത് മെയിനായിട്ട് ഏൽപ്പിക്കുക, അത് പ്രചരണം നടത്തുക. വലിയ കനകൂലം 10 സമയം നടത്തിപ്പോരാണ് ഈയിടെ കോൺഗ്രസ്സുകാർ. ഇതിനേക്കാൾ അപ്പത്താണ് BJP ഇരിക്കുന്നത്. അവരൊന്നും പറഞ്ഞിട്ടില്ല, അവർക്ക് ഭരണം മാത്രം ലക്ഷ്യമുള്ളൂ, വേറെ ഒരു ലക്ഷ്യമില്ല. നിങ്ങളൊക്കെ നേതാക്കൾ നിങ്ങൾക്ക് അനുകൂലനൊക്കെ വെച്ച് റിസൾട്ട് കിട്ടും, അത് പരസ്യമായിട്ട് അയാളെ കൊണ്ട് 10 സമയം നടത്തിക്കുക, ഇപ്പോൾ പറയാം. എന്നിട്ട് ഞങ്ങൾ നിർബന്ധമല്ല കോൺഗ്രസ് അണിയിൽ നിന്ന് ഇങ്ങനെ ഒരു ചിന്ത വരണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ആർക്ക് ഇത് മനസ്സിലാക്കാത്തേ?
ലോക ജനത അല്ലെങ്കിൽ ഇന്ത്യൻ ജനത മുഴുവൻ മണ്ടന്മാരാണോ? മനസ്സിലാവില്ലേ? എന്തുകൊട്ടെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്ലാൻ 63 പറഞ്ഞ വി ഡി സതീശൻ ജി, നമുക്കൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ അതിന് 2 മാർഗം. ഒന്ന് ലക്ഷ്യവും മാർഗവും നന്നായിരിക്കണം. ഞാൻ പറയാണ്ട്, ഒരു മുസ്ലിം പള്ളി പണിയെങ്കിൽ ലേലച്ചുറ്റി പാടില്ല, ഒരു ക്രിസ്ത്യൻ ചർച്ച് പണിയെങ്കിൽ ലേലച്ചുറ്റിയാണ്, അനുവദീയമാണ്. കാരണം ലേലച്ചുറ്റി അല്ലെങ്കിൽ ലേലത്തിൽ വരുന്ന പലിശ ലേലമൊക്കെ ഒരു നല്ല കീഴ്വഴക്കമല്ല. പക്ഷേ ഒരു ക്രിസ്ത്യൻ ചർച്ച് പണിയാൻ വേണ്ടി ലേലച്ചുറ്റി കൂടി കൊണ്ട് വയ്ക്കാറുണ്ട്. പക്ഷേ മുസ്ലിം പള്ളി പണിയാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് ലക്ഷ്യവും മാർഗവും, എയ്ഡ്സ് ആൻഡ് എയിം എന്ന്, എയിം ആൻഡ് എയ്ഡ്സ്, ലക്ഷ്യം നന്നാകണം, മാർഗം നന്നാകണം. ഇത് സതീശൻ്റെ ലക്ഷ്യം നന്നായിരുന്നു, പക്ഷെ മാർഗം ശരിയായില്ല. മാർഗം എന്താണ്? അങ്ങനെ ഒറ്റക്കെടുത്ത് മാർഗം തെറ്റാണ്. അതാണ് അനിൽകുമാർ പറഞ്ഞത്. പക്ഷേ അനിൽകുമാർ പറയാൻ എന്താ യോഗ്യത? ഇന്നലെ പറഞ്ഞു ഇതേ പ്രതിപക്ഷ നേതാവല്ലേ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ അതിനെ ചോദിക്കാൻ അനിൽകുമാറിനെ പോലും വ്യക്തി എന്ത് കാര്യം? അപ്പോൾ അതിൻ്റെ പുറകിൽ ആൾക്കാരുണ്ട്. ഇവർ ഈ കളിച്ചുകൂടി എല്ലാം നടന്ന് സംഗതി ആകെ വഷളാക്കാണ്. ഞാൻ കോൺഗ്രസ്സുകാർ ഒരു കാര്യം സൂചിപ്പിക്കാം. ഞാൻ സൂചിപ്പിക്കുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പാണ് സൂചിപ്പിക്കുന്നത്, ഞാനല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് എന്തായിരുന്നു ഇതിന് ഷാരി എന്നത്, നിങ്ങളിപ്പോൾ തെന്നി മുസ്ലിം ലീഗിനെ കൂടി എങ്ങനെയെങ്കിലും LDFിലേക്ക് ചേർക്കാൻ വേണ്ടി BJP ചരട് വലിക്കണം. അതിന് 1-2 ബിസിനസ് ഗ്രൂപ്പ് ഉണ്ട് BJPയിലെ അല്ല ലീഗിൽ. ഈ എന്താണ് നമ്മുടെ അൻവർ BB അൻവർ അല്ല, മറ്റേ MP ഉണ്ടല്ലോ, ആ MP ഒക്കെ ബിസിനസ്സുകാരനാണ്. അവരൊക്കെ എവിടെ വേണ്ടി പിടിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് വകുപ്പിന് സാധിക്കും. അവരൊക്കെ സ്വാധീനിച്ച് ഇപ്പം തന്നെ BJPക്ക് എതിരൊന്നും മിണ്ടുന്നില്ല, അവരൊന്നും അയാളും മിണ്ടുന്നില്ല. ലീഗിൽ പല ആളും BJPക്ക് എതിരല്ല. ഈ ഷാജി മാത്തത്തിൽ പോലെ ബാക്കിയൊന്നും RSയെ കുറിച്ച് രക്ഷ മിണ്ടുന്നില്ല. ലീഗുകാരൊന്നും തങ്ങളൊന്നും മിണ്ടുന്നില്ല. തങ്ങളിപ്പോൾ നാളെ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു, അപ്പോൾ RSനെ പറഞ്ഞില്ല. കാരണം അങ്ങനെ വരുമ്പോൾ ചാരുക്കെട്ട് ഈ ലീഗ് എന്നുള്ള പ്രസ്ഥാനം LDFിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ UDFിൻ്റെ അവസ്ഥ എന്തായി? സംശയയുടെ അവസ്ഥ എന്തായെന്നുള്ളത് അതാണ് കളിക്കുന്നത്. ഇപ്പം ഇന്നലെ നാളെ UDFിലേക്ക് അല്ലെങ്കിൽ UDFിൽ നിന്ന് LDFിലേക്ക് മുസ്ലിം ലീഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പിളർന്ന ഗ്രൂപ്പിൽ പോകും. ഒന്നിൽ പിളർത്തും അല്ലെങ്കിൽ ഗ്രൂപ്പ് മൊത്തം പോകും. നേരിട്ട് BJPയിലേക്ക് പോകും അല്ല ഞാൻ പറഞ്ഞത്. BJP ചൈഡ് വലിച്ചിട്ട് LDFിലേക്ക് വിടും. BJPയിലേക്ക് പോകാൻ ദിവസം നടത്തതൊക്കെ ഉണ്ട്, അത് BJP തെറ്റില്ല അത്. പക്ഷേ ഇപ്പോൾ കണ്ടീഷനിൽ കേരളത്തിൽ മുസ്ലിം ലീഗും ജാതി പാർട്ടി മറ്റു വർഗീയ പാർട്ടി കണ്ടുപിടിച്ച് ചേർന്ന് ഭരിക്കാം. കള്ളനും കാവലും ഏൽക്കും പോലെ മുസ്ലിം ലീഗ് എന്ന ജാതി പാർട്ടിയും BJP എന്ന വർഗീയ പാർട്ടികൾ ചേർന്നാൽ കേരളം ഭരിക്കാം. കുഴപ്പമൊന്നുമില്ല. അത് നല്ല കോമ്പിനേഷനാണ്. പച്ചിലയും കത്രയും പോലെ ഇരിക്കും. ഒന്നൊന്നും മെച്ചമാണ്. നടക്കാവുന്നതാണ്. അവസാനം നടക്കാവുന്ന അത് പിന്നെ ആകട്ടെ. അപ്പോൾ UDFിൽ നിന്ന് ലീഗിനെ അടർത്തിയെടുത്ത് LDFിലേക്ക് വിട്ടുകഴിഞ്ഞാൽ BJPക്ക് 100 തൂവൽ പക്ഷി അതിൽ കിട്ടുന്നത്. 100 തൂവൽ പക്ഷി, 1-2 പക്ഷിയല്ല. ഇതൊന്നും കാണാനുള്ള ഒരു ശേഷി ആർക്കില്ല, കോൺഗ്രസ് നേതാക്കൾക്കില്ല. ഇപ്പോൾ കണ്ട് ജോയി എന്നൊരാൾ പോളി ഒരു വടക്കഞ്ചേരിയിലെ വടക്കേ ഉത്തര കേരളത്തിലെ മലബാറിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. 4 വർഷം കോൺഗ്രസും അടുത്ത അവസാനത്തെ 1 വർഷം ലീഗിനുമാണ് പറഞ്ഞത്. 4 വർഷം കഴിഞ്ഞ് ഇയാൾ ഒഴിയാൻ തയ്യാറില്ല. ഇയാൾ ഒഴിയാൻ തയ്യാറ് കാരണം ഇയാൾ ഒപ്പിച്ച ബിസിനസ്സിൽ കുറേ കഴിമതിയൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങിച്ചെടുക്കണം. അതിന് അവസാനം വരെ കിട്ടുന്നുള്ളതാണ്. അതിൽ വേറെ ആളൊന്നും കിട്ടില്ല. അതാണ് പറയുന്നത്. അതിന് ലീഗ് വന്നതല്ല, അവർ അഴിമതിയാണ്. ഇയാൾ വന്നറിയോ, ഞാൻ പ്ലാൻ പലതുകൊണ്ട് അത് നടക്കൂലതാ. ആ പ്ലാൻ 4 വർഷം കൊടുക്കുന്നുള്ള ഈ പ്ലാൻ അറിഞ്ഞില്ലേ? 4 വർഷം മുമ്പ് എഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ 4 വർഷം മാറിക്കൊടുക്കും അറിയില്ല. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ നിർത്തിക്കൊള്ളണം. അല്ല പിന്നെ 5 വർഷത്തെ പ്ലാൻ ഉണ്ടാക്കിയാൽ. അപ്പോൾ അതൊക്കെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയൊരു മാനസിക വിഷമം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് മുസ്ലിം ലീഗിന് മാറിയേ കൊള്ളാമെന്നും എന്തെങ്കിലും കാരണം കൊണ്ട് എടുത്ത കൊള്ളാമെന്നൊക്കെ LDFിലുണ്ട്. അപ്പോൾ മാറ്റിയേ കൊള്ളാമെന്ന് കോൺഗ്രസ് ഉണ്ട് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഈ നിലക്ക് പോയാൽ മുസ്ലിം ലീഗ് മാറും. മുസ്ലിം ലീഗ് പോയാൽ തീർന്നു, UDF തീർന്നു. അല്ലെങ്കിൽ തന്നെ തീരാൻ പോകണം, പക്ഷെ തീർന്നു. ഇതൊന്നും കാണാൻ നമ്മുടെ സതീശനോ പിന്നെ മറ്റേ കോൺഗ്രസ് നേതാക്കൾക്കും പറ്റുന്നില്ല. ഒന്നാമത്തിൽ ക്ഷമയില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന KPCC പ്രസിഡന്റും പിന്നെ പ്രതിപക്ഷ നേതാവും, അതാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനമാണ്. ഒന്ന് മുഖ്യമന്ത്രിമാരെ സൃഷ്ടിക്കുന്ന പാർട്ടി, ഒന്ന് മുഖ്യമന്ത്രിമാരെ സൃഷ്ടിക്കുന്ന മുന്നണി. ഈ 2 നേതാക്കളാണ് രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ടോപ്പ് നമ്പർ 1, 2. 1-ൽ 2 പാരലാണ്, തുല്യമാണ്. അവർ കോട്ടയത്ത് 10 സമ്മേളനം ഇപ്പോൾ ബഹളം ഉണ്ടായി കണ്ടില്ലേ? അതിനുശേഷം ഒരുമിച്ച് 10 സമ്മേളനം നടത്താൻ പറ്റുന്നില്ല, യോജിപ്പില്ല. ഇവരൊക്കെ ആണോ ഈ മോഡി പിണറായി താഴെ ഇറക്കാൻ നടക്കുന്ന ആൾക്കാർ? ഇത് എറണാകുളത്ത് LDFിൻ്റെ CPMൻ്റെ ജില്ലാ സമ്മേളനം ഉണ്ടായി, കോടികൾ മുടിക്കുകയാണ് നടത്തിയത്. എന്നാലും നല്ല പ്രചരണമായിരുന്നു. അവർക്കറിയാം
ഞങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടെന്നും അതിന് ചില കരുക്കൾ നീക്കാൻ ഒരാൾ ഞങ്ങളെ നിന്ന് കൊടുത്താൽ മതി, നമ്മൾ നിന്ന് കൊടുത്താൽ മതി തന്നെ വന്നോളും എന്നുള്ള ഐഡിയ ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ 40 മുസ്ലിങ്ങളെ പക്ക പറഞ്ഞ് കുറ്റം പറഞ്ഞ് മാറുമോ? ഇത്ര എല്ലാ സമയം PC ജോർജ് ഉണ്ടായി അനങ്ങുന്നില്ല. ആ തൊടുപുഴയിൽ കുട്ടികളുടെ പ്രശ്നത്തിൽ അതിലും മുസ്ലിങ്ങൾ പേരെടുത്ത് പറഞ്ഞാണ് പിണറായി വിജയൻ വിമർശിച്ചത്. അല്ല മുസ്ലിങ്ങളായിരുന്നു പറഞ്ഞു. അവിടെ അച്ഛന്മാരുണ്ടായി നായന്മാരൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ് സർവകക്ഷി യോഗം പറഞ്ഞിട്ട് അതൊന്നും സ്വീകരിക്കാതെ പോലീസിൻ്റെ വാക്ക് കേട്ട് വിട്ടായി പറഞ്ഞു. അതൊക്കെ മുസ്ലിങ്ങൾ തന്നെ, കാക്കന്മാർ തന്നെ. ഇത് ചോദിച്ച് നമ്മുടെ മുജാഹിദിനെ ആളെ ഇരുത്തി അവിടെ ഇരുത്തലാകുന്നത് എന്നൊരിതാ. അപ്പം അതിനകത്ത് ശക്തമായി ചില കോണിൽ നിന്ന് അവർക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ചില രാഷ്ട്രീയ പശ്ചാത്തലം, രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ കോൺഗ്രസ് ലീഗുകാർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വീണ്ടും പറഞ്ഞ മുസ്ലിം ലീഗെ കുറിച്ച് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അകപ്പതിച്ചിട്ട് ആർക്കെങ്കിലും ഒരു സങ്കടമുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം. മല്ലനും മാധവനും കളിച്ചോ മല്ലൻ്റെ ശക്തി പറഞ്ഞ പോലെ പഞ്ചായത്ത് ഇലക്ഷൻ അറിയാം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെ ശക്തി എത്തേണ്ടെന്ന്, ഇവിടെ അടിയൊഴുക്ക് എത്തേണ്ടതൊക്കെ. നമ്മളെല്ലാം ഒരുമിച്ച് ഭരിച്ചിൽ അറിയാമല്ലോ, ഏതായാലും മാസങ്ങളിലുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു പ്രചരണ പരിപാടി ഇപ്പോഴും പാർട്ടിയുടെ യൂണിറ്റ് സംഘടിപ്പിക്കാനും യൂണിറ്റിൽ മെമ്പർഷിപ്പ് വോട്ടർമാർ ചേർക്കാനും നല്ല ശ്രമം. എൻ്റെ സീറ്റ് എങ്ങനെ ഉറപ്പിക്കാം, എൻ്റെ സ്ഥാനം ഉറപ്പിക്കാം, എനിക്കെതിരെ ആരാണ്, അവരെങ്ങനെ ഒതുക്കാം, ഇതാണ് ചിന്ത മുഴുവൻ. എൻ്റെ സീറ്റ് എങ്ങനെ ഉറപ്പിക്കാം, എനിക്ക് നിൽക്കുന്ന ആളെ എങ്ങനെ തോൽപ്പിക്കാം, ഒതുക്കാം, അതാണ് ചിന്ത കോൺഗ്രസിൽ നേതാക്കളുടെ. ലിസ്റ്റ് വരും ബൂത്ത് തലം മുതൽ അങ്ങ് APC വരെയുള്ള ചിന്ത അതാണ്. അല്ല പാർട്ടി എങ്ങനെ വളർത്താം, UDF എങ്ങനെ നിലനിർത്താം, UDF പരത്തി കൊണ്ടുവരാം, അതല്ല ചിന്തിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ശരിയാകുന്നത്? ഇപ്പോൾ ഗ്രീൻ റൂട്ടുണ്ട്, യെല്ലോ റൂട്ട് സോണുണ്ട്, പിന്നെ റെഡ് സോണുണ്ട്. ഇതൊക്കെ ശരിയാണ്. ഗ്രീൻ സോൺ അതൊക്കെ സാധാരണ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തില്ല. 3 സോണുണ്ട്. ഈ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റൽ അത്യാവശ്യം 3 സോണാണ്. അതൊക്കെ നല്ലതാണ്. തരംതിരിവ്, ക്ലാസിഫിക്കേഷൻ അതൊക്കെ നല്ലത് തന്നെ. അതാണല്ലോ ഭരണ സൗകര്യമായിട്ട് ജില്ലയായതും പഞ്ചായത്തായതും അറിയാം. പക്ഷെ അത് ചെയ്യേണ്ടത് ഈ ഒരു മുന്നണി ഇവിടെയുണ്ട്. ഏത് ഐക്യ ജനാധിപത്യ മുന്നണി. ആ മുന്നണിയിലെ പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. അല്ല കോൺഗ്രസ് ഒരു ഗ്രൂപ്പ് പോകാൻ തീരുമാനിച്ചാൽ മതി. അതാണ് എലുകുമാ ചോദിച്ചത്. ഇത് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശമൊന്നും വല്ല ആവശ്യമുണ്ടോ? ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ എഴുന്നേൽക്കും എല്ലാവരും പഴഞ്ചലുണ്ട്. ഇതൊക്കെ എന്നാ സതീഷ് അത് മനസ്സിലാക്കണം. സതീഷ് ചോദിക്കരുത് എന്നാ നിങ്ങൾ മനസ്സിലാക്കുക. 10-60 വയസ്സായി എനിക്കോട്. ഇനി എത്ര കാലം യൗവനം പോയി 10 വർഷം യൗവനം തീർന്നു. പിന്നെ ചത്തരം പോയി ജീവിച്ചിരിക്കലാണ്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെയാണ് more than 75. എന്ത് ഇത്? അപ്പം നിങ്ങളിത് എന്നാ ഇനി മനസ്സിലാക്കുന്നത്? ആ ഗ്രീൻ സോണിലും മറ്റേ സോണൊക്കെ തിരിച്ചോ നല്ലത് തന്നെ. അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് കുത്തുകയല്ലോ, അത് തീരുമാനിക്കേണ്ടത് ഐക്യമുന്നണിയല്ലേ. ഇത് ചോദിക്കാൻ ഐക്യമുന്നണിപ്പെട്ട ഒരു നേതാവിനും കഴിവുണ്ടോ, ശക്തിയുണ്ടോ? കുഞ്ഞാക്ക വേണ്ടില്ല, തങ്ങൾ വേണ്ടില്ല, RSPയുടെ വേണ്ടില്ല, ആരും വേണ്ടില്ല. ഞങ്ങളെപ്പോലുള്ളവരാണ് ചോദിക്കണം. കാരണം ഞങ്ങൾക്ക് സത്യത്തിന് മുമ്പിൽ കണ്ണെടുക്കേണ്ട കാര്യമില്ല. ശരിയല്ലെങ്കിൽ നിങ്ങൾ അല്ലെന്ന് പറയൂ. എൻ്റെ പരിപാടിക്ക് എല്ലാം മറുപടി അപ്പം മറുപടി കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും ഇതൊരു പരാതി വന്നിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞത് VD സതീശനെ കൊച്ചാക്കിയതെന്ന് പറഞ്ഞില്ല. VD സതീശനോട് ചോദിക്കാനുള്ള കാര്യം ഇതാണ്. കോൺഗ്രസ്സുകാർക്ക് വേണ്ടി പറയുന്നത്, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പറയുന്നത്. അങ്ങനെ ഒരു പ്ലാൻ B ഉണ്ടെങ്കിൽ, B63 ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് ഐക്യമടി. അതിപ്പം പ്ലാൻ B63 കാണുന്നത് ഈ കോൺഗ്രസിൻ്റെ മാത്രമാണായിരിക്കും വരുന്നത്. കോൺഗ്രസ് മാത്രം അങ്ങനെ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുമോ? മറ്റുള്ള സപ്പോർട്ട് വേണ്ടേ? അപ്പോൾ 63 63 കിട്ടിയ ബാക്കി ഭരണിക്ക് എത്ര വേണം? 7 1 8 മതി. 71 മതി. 68 സീറ്റ്. അപ്പം 8 സീറ്റ് പിന്നെ ആരെങ്കിലും ചുക്കടാക്കി ലീഗ് ഇല്ലെങ്കിലും ഭരിക്കുക എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലാകുന്നില്ല മുസ്ലിം ലീഗ്. അപ്പം മുസ്ലിം ലീഗ് ഇല്ലെങ്കിലും ഭരിക്കാം. 5-8 സ്വതന്ത്രന്മാരോട് കിട്ടിയാൽ ഒരു RSP ഉണ്ട്, CP ജോണിൻ്റെ പാർട്ടി ഉണ്ട്, അങ്ങനെ കൊച്ചു കൊച്ചു പാർട്ടി ഉണ്ട്. അവിടുന്ന് 6 പേരെ എടുത്ത് 8 പേരെ എടുത്തിട്ട് മുസ്ലിം ലീഗിനെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ LDFലും ഇല്ല, UDFലും ഇല്ല. അത് മുസ്ലിം ലീഗ് എന്ത് കണ്ട്? ഇത് മുസ്ലിം ലീഗിൽ മനസ്സിലായില്ല. ഇത് മനസ്സിലാക്കി വർക്കുകൊണ്ട് ഇവിടെ CPM-ഉം BJP ഒരു രീതിയിൽ പറഞ്ഞു കൊടുക്കും, CPM വേറെ രീതിയിൽ പറഞ്ഞു. എൻ്റെ ഏജന്മാരോട് കണ്ട് ഇതാണ് നിങ്ങൾ ഒഴിവാക്കാനാണ് പരിപാടി. അവിടെ നിങ്ങൾ പോരെ. അതാണ് ഇപ്പം മനസാഞ്ചലിൽ വന്നിട്ട് തങ്ങളൊക്കെ ഒന്ന് കാലുമാറി LDFയിൽ പോകാൻ തീരുമാനിക്കുന്നത്. ഇതിക്കുള്ളിൽ ഒരു അച്ഛൻ മകനെ ഉപദേശിക്കും പോലെ ഇതിക്കുള്ളിൽ കോൺഗ്രസ്സുകാരെ നിങ്ങളോടും മുസ്ലിം ലീഗുകാർ നിങ്ങളോട് എന്താ ഇനി പറഞ്ഞുതരാ? പ്ലാൻ ബിയുടെ നെഗറ്റീവ് പോയിന്റ് മനസ്സിലാക്കുന്നുണ്ടോ? സൈഡ് എഫക്റ്റ് മനസ്സിലാക്കുന്നുണ്ടോ?
പ്ലാൻ 63 അങ്ങനെ കണ്ട് കോൺഗ്രസ്സുകാരാണല്ലോ ഉദ്ദേശിച്ചത്. കോൺഗ്രസ് 21 സീറ്റ് ഇപ്പോൾ കോൺഗ്രസ്സുകാരൻ 3 ഇരട്ടി പറഞ്ഞു, അതാണ് 63. അവർ മറ്റൊരു പാർട്ടിയില്ല. 63 സീറ്റ് കോൺഗ്രസ് നേടിയിട്ട് പിന്നെ ഭരിക്കുക എത്ര സീറ്റുണ്ട്? 8 സീറ്റ് ആവശ്യമുള്ളൂ. ഈ 8 സീറ്റ് RSP പോലെ കൊച്ചു കൊച്ചു പാർട്ടികൾ, അവർക്ക് പേരും അവർ ചേർത്ത് ഭരിക്കില്ലേ? അപ്പോൾ മുസ്ലിം ലീഗ് ഔട്ടായില്ലേ? ഇത് മുസ്ലിം ലീഗ് മനസ്സിലായില്ല. പക്ഷേ മുസ്ലിം ലീഗ് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഏജന്റുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇത് അപകടം പതിയപ്പെടുന്നു. വാസ്തവത്തിൽ ഇതൊന്നും മുസ്ലിം ലീഗ് ചിന്തിച്ചുകൊണ്ടുണ്ടായില്ല. സതീശൻ മനസ്സിൽ കാണുന്നത് എന്താണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടുണ്ടായില്ല. ഒരു പക്ഷേ സതീശൻ അതല്ല എനിക്ക് ഉദ്ദേശിച്ചത്. ഈസി ആയിട്ട് ഭരണം കത്തിക്കയറാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ ആയിരിക്കും, അങ്ങനെ മേ ബി അങ്ങനെ ആകാം. പക്ഷേ ഇത് ഇതിന് ദുരുദ്ദേശം ഉണ്ടെന്ന് BJPയും LDFും മുസ്ലിം ലീഗിനെ ബോധ്യപ്പെടുത്തി കണക്കുദ്ധരിച്ചുകൊണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പരസ്യമായിട്ട് പറഞ്ഞു, അവർ ആൾക്കാരിൽ നിന്ന് രഹസ്യമായിട്ട് പറഞ്ഞു, ലീഗിൻ്റെ നേതാക്കൾക്ക് രഹസ്യമായിട്ട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ അവോയ്ഡ് ചെയ്യാൻ പരിപാടിയാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സഖ്യയുടെ ഒരു ഗുണവുമില്ല, ലീഗിനുമില്ല. ലീഗിന് കേരളത്തിലെ വേറെ ഏതെങ്കിലും പാർട്ടിയായിട്ട് ലീഗ് സഖ്യ കോൺഗ്രസ് സഖ്യമായിട്ട് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടോ? പണ്ട് എത്ര സീറ്റ് ഉണ്ടാകുന്ന ഇന്ത്യയിൽ ലീഗിന്? ഒന്നുമില്ല. അപ്പോൾ ലീഗും മുസ്ലിം ലീഗും പിന്നെ കോൺഗ്രസ് തമ്മിൽ ബന്ധം കൊണ്ട് അവർ രണ്ടു കൂട്ടർക്കും വലിയ ലാഭമൊന്നുമില്ല. ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വോട്ട് എന്ന് കോൺഗ്രസ് വിചാരിക്കുകയാണ്. അത് ഇനി കോൺഗ്രസ് സപ്പോർട്ട് വേണ്ട എന്ന് ലീഗ് വിചാരിച്ചാൽ കഥ എവിടെ എത്തി? എങ്ങനെയുണ്ട് പാർട്ടീസ്? എന്താ നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഇതൊക്കെ തുറന്ന് പറയും. മൊയ്തീൻ ഷേബിൽ മണ്ടൻ വേണ്ടേ? അവരുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് നമ്മൾ പുറത്ത് പറയണ്ടേ? അപ്പോഴല്ലേ നമ്മളൊക്കെ ജീവിച്ചിരുന്ന് അറിയുള്ളൂ. അതിൽ അങ്ങനെ ഒരു ദുരുദ്ദേശമുണ്ട്. ആ ദുരുദ്ദേശം ഉണ്ടെന്ന് BJPയുടെ നോമിനിയും CPM നോമിനിയും ലീഗിന് കാണേണ്ടവരെ പ്രത്യേകം കണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് എടുത്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് UDFിൽ അകന്നു പോകാൻ നോക്കുന്നു. അതിന് കാരണം കാണും പോളിയെ പഞ്ചായത്ത് പ്രശ്ന കാര്യം. ഇനി ഒരു 10 മാസമുള്ള പഞ്ചായത്ത്, അപ്പോഴും ആവും 10 മാസത്തേക്ക് വേണ്ടി അതൊരു കാരണം പറയാൻ പോകാനായിട്ട്. അപ്പോൾ കാരണം കണ്ടുപിടിക്കുകയാണ്. തമ്പുരാനെ, ഇതൊന്നും അറിയാതെ പാവം കോൺഗ്രസും ലീഗിൻ്റെയൊക്കെ അണികൾ അറുമാതിച്ച് നടക്കുകയാണ്. അടിയൊഴുക്ക് എന്താണെന്ന് മനസ്സിലാകണ്ടോ? എപ്പോഴും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനോ യൂണിറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്ഥാനമാനം കൊടുക്കാനോ അല്ല. കൊടുത്ത് സമ്മതിക്കില്ല. എനിക്ക് കിട്ടില്ല വേണ്ടെന്നുള്ള. എത്ര മാസമായി സുധാകരൻ പാർട്ടി ഭാരമായിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയും ജില്ലാ ഭാരവികളുടെ നോമിനേഷനുള്ളൂ, അല്ല സെലക്ഷനൊന്നുമില്ല. ആ നോമിനേഷൻ പോലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്ക്. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മണ്ടത്തിനും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ നല്ല പറയും, കോടതി വിരിഞ്ഞതിന് ശേഷം നിയമം തെളിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് അറ്റ കൈയാണ്. അവസാനത്തെ പ്രയോഗമാണ് കോൺഗ്രസ് സംബന്ധിച്ച് UDF സംബന്ധിച്ച് കേരളത്തിൽ എന്നുള്ളത്. അവസാനത്തെ ബസ്സാണ്. അതാണ് പോയിക്കോട്ടെ, എനിക്കില്ലെങ്കിൽ ബസ് പോയിക്കോട്ടുള്ളതാണ്. എന്നിട്ട് അവർ പോലെ അങ്ങനെ വന്ന് UDF പിന്നെ ഇല്ലാതെ വന്ന് എന്താ ചെയ്യുക? കോൺഗ്രസ് നല്ല ശതമാനം BJPയിൽ പോകും, കുറച്ച് പേര് കമ്മ്യൂണിസ്റ്റിലേക്ക് പോകും. വേറെ പോകാൻ പാർട്ടിയൊന്നുമില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് CPI ഒക്കെ പെടുമല്ലോ. അങ്ങനെ പോയി അത് അപ്രസക്തമാവും. അല്ലെങ്കിൽ നല്ലതെന്ന് പറയും. ഇതാണ് നമ്മുടെ നേതാക്കന്മാർ ചെയ്യുന്ന കാര്യം. മണ്ടത്തരയെ കാണിച്ചിട്ടുള്ളൂ. ഈ 60 സീറ്റിൽ കഴക്കൂട്ടും നിയമവും പഠിച്ചിട്ടില്ല. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ പാലക്കാട് ജയിച്ചു എന്നാണ് CD സതീശൻ്റെ ആവനായിലെ ഒരമ്പ്. മറ്റമ്പ് പുതുപ്പള്ളി ജയിച്ചാണ്. എന്നാൽ പേര് ചേലൊക്കെ എന്നൂടി ജയിച്ചില്ല. പുതുപ്പള്ളി വർഷങ്ങളായിട്ട് കോൺഗ്രസ് സീറ്റല്ലേ? പാലക്കാട് 4-5 ടേമായിട്ട് പാലക്കാട് കോൺഗ്രസ് സീറ്റല്ലേ? ആ 2 സീറ്റ് നിലനിർത്തിയാണ് ഇത്ര വലിയ മഹത്വം പറയുന്നത്. പിന്നെ അതുകൊണ്ട് പറയുന്നത് ഇതാണ് തൃക്കാക്കര കോൺഗ്രസ് സീറ്റല്ലേ? ഇതായിരുന്നല്ലോ, അതിൽ ഉമ ജയിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കൂടി ഉമ ജയിച്ചു. അതും സതീശൻ്റെ കഴിവാണോ അല്ലെങ്കിൽ കോൺഗ്രസ് കഴിവാണോ? ഇത് ഇത്തട നോക്ക് പാലയിൽ പിന്നെ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മയാണ് നിർത്തുന്നതെങ്കിൽ വെള്ളം കുടിക്കും. ചാണ്ടി ഉമ്മൻ്റെ പ്രവൃത്തി നോക്കുമ്പോൾ ആൾക്കാർക്ക് ഡൗട്ടായിട്ടുണ്ട്. സഭക്കാർക്ക് തന്നെ ഡൗട്ടായിട്ടുണ്ട്. പല പ്രവൃത്തി പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ ഡൗട്ടും മുസ്ലിം സമുദായം വഞ്ചിച്ചെന്നറിയാം. അത് ഞാൻ നിർത്താം. സതീഷ് പിന്നെ ഷാഫി, നിങ്ങൾ അറിഞ്ഞല്ലായിരിക്കും ചെയ്തെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കണം. ആ മനുഷ്യനോട് അറിഞ്ഞാണെങ്കിലും പറയാൻ പറ്റില്ല. നിങ്ങൾ എന്ത് കോട്ടയിൽ കിട്ടിയത്? മുസ്ലിം കോട്ടയിൽ കിട്ടിയല്ലേ പോയത്?
അംശമുണ്ടോ? മുസ്ലിം കോട്ടയിൽ കിട്ടി നിങ്ങൾ വടകരൊന്നും ജയിച്ച് നിങ്ങൾ സത്യപ്പെട്ട് ചെയ്ത് എന്ത് വാക്കിലാണ്? മുസ്ലിം കോട്ടയിൽ കിട്ടിയാണല്ലോ, ഉറപ്പാണല്ലോ. ഇത് നിങ്ങൾ പോയി പകരം നിങ്ങൾ ആരെ കൊടുത്തത്? ഒരു സീറ്റ് കളഞ്ഞില്ലേ? പാലക്കാട് സീറ്റ് കൊണ്ട് മാങ്കൂട്ടിൽ സീറ്റ് ജയിച്ചോട്ടെ, ചില കുറ്റം പറഞ്ഞില്ല. പക്ഷെ എന്തായാലും ഉള്ള സീറ്റ് കളയല്ലായിരുന്നോ? ഒരു സീറ്റ് ഇവിടെ കൊടുത്തപ്പോൾ ഇത് വണ്ടിക്ക് 4 ടയർ, പിന്നെ വണ്ടിയുടെ ടയറിന് 6 ഇതുണ്ട്, നെട്ടുണ്ട്. 6 നെറ്റ്, 6 ബോൾട്ട് ഉണ്ട്. അത് ഒരു ബോൾട്ട് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും? അതെടുത്ത് ഇപ്പുറത്ത് ഇടും, എന്നിട്ട് ഇപ്പുറത്ത് അപ്പുറത്തിടും. അപ്പോൾ ബോൾട്ട് എണ്ണം കൂടുന്നില്ല. അതുപോലെ പാലക്കാട് ഓട്ടോമാറ്റിക് 3 വർഷം 3 ടേമായിട്ട് ഒരു മുസ്ലിം നിൽക്കുകയാണ് അവിടെ. അതിനെ കളഞ്ഞ് നേരെ കൊണ്ടുവന്ന് ഷാഫി കൂട്ടുനിന്ന് അയാൾക്ക് കൊടുത്ത് എങ്ങോട്ട് 10 മിനിറ്റ് കിടന്ന ആൾക്ക് എന്നിട്ട് വടകരയല്ലോ, വടകര കൊണ്ടുവന്ന് ആകെ ഒരു മുസ്ലിം കൊടുത്താണ് വടകര. ഈ മുസ്ലിം ചെയ്ത് ഡൽഹി ചെന്ന് സത്യപ്പെട്ട് ചെയ്ത് എന്തിലാണോ? ലീഗുകാരെ, കോൺഗ്രസ് മുസ്ലിങ്ങളെ, കോൺഗ്രസ് മുസ്ലിം അല്ലാത്ത കോൺഗ്രസ്സുകാരെ നിങ്ങൾ മുസ്ലിം കോട്ടയെ കൊടുത്തിട്ട് നിങ്ങൾ ചെയ്തോ? നിങ്ങൾ വന്നിട്ട് ദൃഢപ്രതിജ്ഞ നിരീശ്വരവാദികളാണ്, യുക്തിവാദികൾ പോലുമില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയല്ലേ പിന്നെ ആരാണ്? ഒന്നാം കത്തോലിക്ക സ്ത്രീ. അവരെന്താ ഇത് ദൈവനാമത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നിട്ട് പോലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നിട്ട് പോലും അവർ സത്യപ്പെടുന്നത് ദൈവനാമത്തിലാണ്. ഇവിടെ മുസ്ലിം നിങ്ങളുടെ പേര് മറിച്ച് പോയി വോട്ട് കിട്ടി, ഷാഫി പോയിട്ട് വോട്ട് ചെയ്ത് സത്യപ്പെടുന്നത് ദൃഢപ്രതിജ്ഞ. അതാണ് BJP നേതാക്കളും BJP ആൾക്കാരും ഷാഫി കൊണ്ടുനടക്കുന്നത്. എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ മണ്ടനാവും, ഞങ്ങളുടെ ഗ്രൂപ്പ് മണ്ടനാവും. അതാണ് അഗ്രഹാരത്തിലൊക്കെ കയറി എപ്പോഴും കയറി ചെല്ലാവുന്നത്. മുസ്ലിം എന്ന പേര് കേട്ട മുസ്ലിം ഒരു പരിപാടിക്ക് 2 കിലോമീറ്റർ അകലെ തിരിഞ്ഞു പുള്ളി ആ നാട്ടുകാർ പറയുന്നത്. എന്തെങ്കിലും മുസ്ലിമിലെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഈ ഷാഫി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമ്പലങ്ങളിൽ പോവും, പൂജാരി അമ്പലത്തിൽ ഉത്സവത്തിൽ പോകും, എല്ലാം മേൽനോട്ട് വഹിക്കും, അവിടെ എല്ലാം സഹായിക്കും. അതൊന്നും ഒരു തെറ്റില്ല, അങ്ങനെ ചെയ്യണം. പക്ഷെ അക്കൂട്ടത്തിൽ സ്വന്തം സമുദായത്തോട് വഞ്ചന കാണിക്കരുത്. നാളെ നിങ്ങളായിരിക്കും പക്ഷെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്, അല്ലെങ്കിൽ നാളെ നിങ്ങളായിരിക്കും ചിലപ്പോൾ KPCC പ്രസിഡന്റാകാൻ പോകുന്നത്. ഈ ചിന്താഗതിയാണെങ്കിലോ അത് അകത്ത് നിൽക്കണ ശത്രുവിനെ നമുക്ക് മനസ്സിലാക്കാം, അല്ല പുറത്ത് നിൽക്കുന്ന ശത്രു മനസ്സിലാക്കാം. അകത്ത് ശത്രുവാണെങ്കിൽ നിങ്ങൾ മാറിപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മങ്കൂട്ടത്തിലിനെ അവിടെ പാലക്കാട് കൊടുത്ത്? എന്തുകൊണ്ട് കോൺഗ്രസ് ചോദിച്ചില്ല? ഈ സതീഷ് എന്തുകൊണ്ട് ചോദിച്ചില്ല? സതീഷൻ പറയണ്ടേ അത് ശരിയല്ല, അല്ലെങ്കിൽ KC വേണമല്ലോ പറയണ്ടേ അത് ശരിയല്ല, അതൊരു സീറ്റ് അവരോട് സീറ്റല്ലേ ഇടും. അവനവൻ്റെ സമുദായത്തിന് വേണ്ടി വായിക്കും തെറ്റില്ല, അർഹതപ്പെട്ടതിന് വേണ്ടി. അർഹതപ്പെടാത്ത വായിക്കാൻ തെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ അതെന്താണ് വ്യക്തിത്വമില്ല, അത് നിങ്ങൾ CH പോയ NSSൻ്റെ ക്ഷണപ്രകാരം ട്രിവാൻഡ്രത്തിൽ പ്രസംഗിച്ചിട്ട് അവിടെ ചെയ്തപ്പോൾ എന്തോ സംവരണത്തെ കുറിച്ചായിട്ട് മോശമായിട്ട് പറഞ്ഞല്ലോ. അദ്ദേഹത്തെ കൊണ്ടുവന്നാക്കാൻ NSS നേതാക്കൾ ശ്രദ്ധിച്ചില്ല. അത് പുള്ളി ടാക്സ് വിളിച്ച് വരായിരുന്നു. അതാണ് പുലിക്കൊടുത്തി എന്ന് സിംഹക്കുടി എന്ന് പറയുന്ന പറയാം. അവിടെ ചെന്ന് നമ്മുടെ അഭിപ്രായം പറ്റും തോന്നുള്ളൂ, വഴക്കുണ്ടാക്കല്ല. ഈ അങ്ങനെ പോലെ സ്ഥാനത്ത് ഈ ഷാഫി പറമ്പിലും ഒക്കെ ആണെങ്കിൽ ചെയ്യുമോ? ഉരുണ്ട് മെഴുകി സോപ്പിട്ട് മെഴുകിയ നിൽക്കുന്നത്. അതാണ് സർവ്വസമ്മതനായത്. ഇപ്പോൾ KPCC പ്രസിഡന്റിൽ വന്നു പേര് കിട്ടിയൊന്നുമില്ല കാര്യം. അതിൽ ഒരു മന്ത്രിസ്ഥാനത്തിൽ വന്നേക്കാം. ഈ നാളെ മുഖ്യമന്ത്രി ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞേക്ക്. അത് കാരണം ഇതാണ്, ദേശീയ മുസ്ലിമാണ്, മുസ്ലിമായിട്ട് ബന്ധമില്ല. ഇപ്പോൾ ഒരു MP ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മതപരമായിട്ടുള്ള വിശ്വാസമൊക്കെ എത്തിയിടുന്നത് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഏതായാലും ഈ പിന്നോക്ക മുസ്ലിം സമുദായത്തിലെ ഒരു പരിധിയുള്ള നേതാക്കൾ ഇപ്പോൾ ഒക്കെ ബില്ല് പാസ്സാക്കി വിളിക്കും. ഒക്കെ ബില്ല് കൊടുത്ത് എന്തൊരു ചർച്ചയൊക്കെ വെച്ച് കോൺഗ്രസിൽ എന്ത് ഈസിയായിട്ട് പാസ്സാക്കിയിട്ട് വാർത്ത കേൾക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ആത്യന്തികം ചിന്തിച്ചാൽ ഈ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെടുത്തണമെന്നോ ഒന്നും ഒരു ചിന്തയും അധികം ആ മുസ്ലിം നേതാക്കൾ ഇല്ല, ഏത് പാർട്ടിയാണെങ്കിലും. ഇത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മുസ്ലിം സമുദായമേ നിങ്ങൾ മണ്ടനാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ മണ്ടനായി പോകും. പറയുമ്പോൾ എല്ലാം പ്രസംഗിക്കുകയും ചെയ്യും. പക്ഷെ ചില പത്രങ്ങളൊക്കെ മുസ്ലിം സമുദായത്തിന് എന്തോട് ദേയം ചടിക്കും. ഒരു അവസരം കിട്ടിയാൽ കൊച്ചാക്കും. ഒരു പേരിട്ട പത്രം, ഇത് മോസ്കോയിൽ ഒരു ഇത് കുഴപ്പമുണ്ടെങ്കിൽ മക്കത്ത് കുഴപ്പമുണ്ടെന്ന വ്യാഖ്യാനം കൊടുത്തത് ഇവരെല്ലാത്തോടേക്കും. മറ്റൊന്ന് ഏതെങ്കിലും മുസ്ലിം നാമധാരി അല്ലെങ്കിൽ പോലും മുസ്ലിം സാധ്യത ഉണ്ടെങ്കിൽ ആ പേര് എടുത്തു കാണിക്കും. ഇത് അന്വേഷിച്ച് വരുമ്പോൾ മുസ്ലിം അല്ല, അത് മുസ്ലിം പേരല്ല. അപ്പോൾ കിട്ടാവുന്ന സന്ദർഭങ്ങളെല്ലാം ഇതിങ്ങനെയുള്ള ആൾക്കാർ ഈ സമുദായത്തെ അറിഞ്ഞോ അറിയാതെയോ ബുദ്ധിപൂർവ്വം അല്ലാതെയോ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലോകവ്യാപകമായിട്ട് തന്നെ, ഇന്ത്യയിൽ മാത്രമല്ല. അതെന്താണ് കാരണം വെച്ചാൽ അത് ആ വിശ്വാസം അതാണ്.
ആ സാഹോദര്യത്തിന് മതമായതുകൊണ്ട് ഇവനെ വളർത്തി വിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കും. അതാണ് സംഗതി. അപ്പോൾ ഇത്തരത്തിൽ ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല നമുക്ക് നല്ലത്. അല്ലെങ്കിൽ തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റിലേക്ക് വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.